ഹായ് മക്കളെ, ഏക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ ക്ലാസ് ഉണ്ട് കൃത്യം 7 മണിക്ക്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഉറപ്പായും പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ പഠിക്കാനേ കുറച്ച് കാര്യം അറിഞ്ഞിരിക്കണം. ആദ്യം നിങ്ങൾ അറിയേണ്ടത് എങ്ങനെയാണ്, നമുക്കേ ഒരു കാര്യം സംസാരിക്കാം. നിങ്ങളെല്ലാവരും ചൂടാവലുണ്ടാവൂലേ? എപ്പോഴാണ് ചൂടാവുക? ദേഷ്യം പിടിക്കുമ്പോൾ, ശരിയല്ലേ? എപ്പോഴാണ് ദേഷ്യം പിടിക്കുക? എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയാറുണ്ട്, പണ്ടൊക്കെ പറഞ്ഞ കാര്യമാണ്, ഇപ്പം അതങ്ങനെയാണോ എന്ന് എനിക്ക് ശരിക്കും അറിയില്ല, എന്നാലും ഒന്ന് നോക്കാം നമുക്ക്. ഞാൻ ഇങ്ങനെയാണ് പറയാറുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ആൺകുട്ടികൾ പെട്ടെന്ന് ചൂടാവും, ഭയങ്കര ചൂടാവും, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടായി അടിപിടി ബഹളമൊക്കെ തന്നെയായിരിക്കും. പെട്ടെന്ന് ചൂടാവും ആര്? ആൺകുട്ടികൾ. പക്ഷെ അതേ സമയത്ത് പെൺകുട്ടികൾ ചൂടാകണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അവർ പെട്ടെന്ന് ചൂടാവില്ല. കാരണം നമ്മൾ കുറേ എന്തൊക്കെയോ പറഞ്ഞാലോ സാധാരണ ഗേൾസിന് ദേഷ്യം പിടിക്കാറുള്ളൂ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഗേൾസിന് ദേഷ്യം പിടിച്ചാൽ സംഭവിക്കുന്നത് അറിയോ? ഇവരാ ദേഷ്യം കുറേ സമയം ഉണ്ടാവും, അത് പെട്ടെന്നൊന്നും നിൽക്കൂല. ചിലപ്പോൾ അവർ വാശി കുറേ കാലത്തേക്ക് അവർ കൊണ്ടടക്കുകയും ചെയ്യും. എല്ലാവരും അല്ല, ഞാനൊരു കോമൺ ആയിട്ട് പറയാണ്. അതേ സമയത്ത് ആൺകുട്ടികളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, പെട്ടെന്ന് ചൂടാവും, എന്നിട്ട് പെട്ടെന്ന് എന്താവും? തണുക്കും. അടിപിടി കൂടി കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം മറന്നൊക്കെ കോംപ്രമൈസ് ആയി അങ്ങനെയാണ് പോവാം. പൊതുവെ ഇങ്ങനെയാണ് നമ്മുടെ മനുഷ്യന്മാരെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കും, സാറിപ്പം ഇതൊക്കെ അവിടെ പറഞ്ഞതെന്ന്. പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഇങ്ങനെ പറയുന്നു, കര, ലാൻഡ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെ പോലെയാണ്, പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. പക്ഷേ കടൽ എന്ന് പറയുന്നത്, ഓഷ്യൻ എന്ന് പറയുന്നത് പെൺകുട്ടികളെ പോലെയാണ്. ആ കടൽ പെട്ടെന്നേ ചൂടാകുള്ളൂ. അങ്ങനെ ചൂടായിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ സമയമെടുക്കും അത് തണയാനും. അതാലോചിച്ചാൽ നമുക്ക് ഇനി പറയാൻ പോകുന്ന പോർഷൻസ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സീ ബ്രീസിനെയും അതേപോലെ തന്നെ ലാൻഡ് ബ്രീസിനെ പറ്റിയാണ്, കടൽക്കാറ്റും കരക്കാറ്റും. ഒരു ഫിഗർ ഞാൻ കാണിക്കാം, നോക്കൂ. നേരം പകൽ സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ സൂര്യൻ ഇവിടെ ഉണ്ടാവും, സൂര്യേട്ടൻ അല്ലേ, സൺ ഇവിടെ ഉണ്ടാവുന്നു. ഈ സൂര്യപ്രകാശത്തിന്റെ പ്രസൻസിൽ എന്താ സംഭവിക്കുക? സൂര്യപ്രകാശം കരയിലേക്കും വരും, കടലിലേക്കും വരും. അങ്ങനെ കടലിലേക്ക് വരുന്ന സമയത്ത് കടൽ ജലം പതുക്കെ ചൂടാവുള്ളൂ. പക്ഷെ ലാൻഡ് എന്താണ്? ആൺകുട്ടികൾ പോലെയാണ്, പെട്ടെന്ന് ചൂടാവും അല്ലേ? അങ്ങനെ പെട്ടെന്ന് ചൂടാകുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയോ? ഈ കരയുടെ മുകൾ ഭാഗത്തുള്ള വായു നല്ല രീതിയിൽ ചൂടാവും. ചൂട് കൂടിയ വായു എല്ലായ്പ്പോഴും മുകളിലേക്ക് ഒഴുകുക ചെയ്യാം. അതേ സമയത്ത് നമ്മുടെ കടലിൻ്റെ മുകളിൽ എന്തുണ്ട്? വായു ഉണ്ട്. പക്ഷേ കരയുടെ മുകളിലുള്ള വായുവിനെക്കാട്ടും ചൂട് കുറവായിരിക്കും ആർക്ക്? നമ്മുടെ കടലിൻ്റെ മുകളിലുള്ള വായുവിന്, ശരിയല്ലേ? അപ്പോൾ ഇവിടുന്ന് ചൂട് കൂടിയ വായു മുകളിലേക്ക് ഒഴുകുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് പോലൊരു ഫീൽ ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, മർദ്ദം കുറഞ്ഞ മേഖല ഇവിടെ ക്രിയേറ്റ് ആവുന്നു. അങ്ങനെ ക്രിയേറ്റ് ആവുമ്പോൾ ഇവിടെ മർദ്ദം കൂടിയ മേഖലയായിട്ട് മാറുകയും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാറ്റ് വരികയും ചെയ്യും. അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ വൈകുന്നേരങ്ങളിൽ കടൽ തീരത്തൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ പട്ടം പറപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ പട്ടം എങ്ങോട്ടേക്കാണ് പറക്കുക? കരയിലേക്കാണ് പറക്കുക അല്ലേ? ശരിയല്ലടാ? സോ അതൊന്ന് മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണോ? സോ നമുക്കൊന്ന് എക്സ്പ്ലനേഷൻ നോക്കാം. എന്താ എക്സ്പ്ലനേഷൻ? ഡ്യൂറിങ് ഡേ ടൈം, പകൽ സമയത്ത് ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ഫാസ്റ്റ് ബൈ ദ ഹീറ്റ് ഓഫ് ദ സൺ, വൈൽ സീ വാട്ടർ ഗെറ്റ്സ് ഹീറ്റഡ് സ്ലോലി. Then the air above land gets heated and raised up. The less heated air from sea rushes to the land at this time. This is sea breeze. മനസ്സിലായല്ലോ? അതായത് കടലിൽ നിന്നും കരയിലേക്കാണ് എന്ത് വരുന്നത്? കടൽക്കാറ്റ് ഉണ്ടാവുക. ആ കടൽക്കാറ്റ് ഉണ്ടാവാനുള്ള കാരണം നമ്മൾ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആരെ പറ്റി പറയാം? കരക്കാറ്റിനെ പറ്റി പറയാം. കൂടുതലൊന്നും പറയേണ്ട കാര്യമല്ല. കരക്കാറ്റ് എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും? കരയിൽ നിന്നും കടലിലേക്കായിരിക്കും, ലാൻഡ് ബ്രീസ്. അവിടെ നമ്മൾ പറഞ്ഞു എന്ത്? ഇവിടെ നമ്മുടെ സെയിം സിറ്റുവേഷനാണ്. രാത്രി കാലമാകുമ്പോൾ നമ്മുടെ ചന്ദ്രേട്ടൻ വന്നു. ചന്ദ്രേട്ടൻ വന്ന സമയത്ത് പെട്ടെന്ന്, രാത്രിയല്ലേ, സൂര്യൻ പോയി, ചന്ദ്രൻ അങ്ങനെ ചൂടൊന്നുമില്ലല്ലോ. ആ ഒരു ഇതുകൊണ്ട് തന്നെ നമ്മുടെ പെട്ടെന്ന് ചൂടായ കര പെട്ടെന്ന് തണുക്കും. ആൺകുട്ടികളെ പോലെ പെട്ടെന്ന് തണുക്കും. പക്ഷേ നമ്മുടെ കടൽ എങ്ങനെയാണ്? പെൺകുട്ടികളെ പോലെയാണ് അല്ലേ? അത് മെല്ലയോ ചൂടാവുള്ളൂ. ചൂടായി കഴിഞ്ഞാലോ തണയാൻ കുറച്ച് പാടാ. ക്ലിയർ ആണോ? അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലുള്ള, അതായത് കടലിന് മുകളിലുള്ള വായുവിന് ചൂട് കൂടുതലാവുകയും കര പെട്ടെന്ന് തടുക്കുന്നതിനാൽ
ആ ഒരു വായു, എവിടെയുള്ള വായു? എബോവ് ദ ലാൻഡ് റീജിയൻ. ആ ഒരു വായു എന്തായിരിക്കും? തണുത്തിട്ടും കിടക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നറിയോ? ചൂട് കൂടിയ എയർ മുകളിലേക്ക് പോകുന്ന സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് എന്ത് വരുന്നു? കാറ്റടിക്കും. ആ കാറ്റാണ് എന്ത്? കരക്കാറ്റ്. സിമ്പിൾ അല്ലടാ, അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഡെഫിനിഷൻ നോക്കാം. രാത്രിയിൽ കര വേഗം തണുക്കുന്നുണ്ട്, കടൽ വളരെ സാവധാനമാണ് എന്ത് ചെയ്യുന്നത്? തണുക്കുന്നത്. അതുകൊണ്ട് കടലിന് മുകളിലെ വായു കരയ്ക്ക് മുകളിലെ വായുവിനേക്കാൾ കൂടുതൽ വികസിച്ചിരിക്കും, ചൂടുകൊണ്ട് വികസിക്കും. അപ്പോൾ കരയ്ക്ക് മുകളിലെ വായു കടലിന് മുകളിലേക്ക് പ്രവേശിക്കും. ഇതാണ് കരക്കാറ്റ്. ക്ലിയർ ആണോടാ? ഇതുമായി ബന്ധപ്പെട്ട് 2-3 ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സീ ബ്രീസ് ഒക്കേഴ്സ് ഡ്യൂ ടു. എപ്പോഴാണ്, എങ്ങനെയാണ് കടൽക്കാറ്റ് ഉണ്ടാവുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ കടൽക്കാറ്റ്? കടൽക്കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് അടിക്കുന്ന കാറ്റാണ് അല്ലേ? അപ്പോൾ കരയിലുള്ള വായു മുകളിലേക്ക് വരുന്ന സിറ്റുവേഷൻ ആയിരിക്കും. വായിച്ചു നോക്കാം. കരയ്ക്ക് മുകളിലുള്ള വായു തണുക്കുന്നു, കൂളാവുന്നു അല്ല. ഹോട്ട് എയർ ഫ്രം ദ സീ ബ്ലോസ് ടു ദ ലാൻഡ്. അതായത് കടലിൽ നിന്നുള്ള ചൂടുവായു കരയിലേക്ക് വീശുന്നു, അതുമല്ല. കരയ്ക്ക് മുകളിലുള്ള വായു ചൂടാവുകയും മുകളിലേക്ക് വരികയും ചെയ്യുന്നു. കടലിൽ നിന്ന് ചൂടുന്ന വായു വായുവിലേക്ക് കുതിക്കുന്നു. അതല്ലേ സംഭവിക്കുന്നത് അല്ലേ? അതായത് സീ ബ്രീസ് കടലിൽ നിന്നും കരയിലേക്ക് ഒഴുകണമെങ്കിൽ കരയ്ക്ക് മുകളിലുള്ള വായു മുകളിലേക്ക് പോവാണ് വേണ്ടത്. ഇതല്ലല്ലോ ഒരിക്കലും ദ ഹോട്ട് എയർ ഫ്രം ദ സീ ബ്ലോസ് അഗെയിൻസ്റ്റ്. അല്ല, ഒരിക്കലും അല്ല. അപ്പം മൂന്നാമത്തത് സി ആണ് നമ്മുടെ ഉത്തരം. ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ് ആർ ബെസ്റ്റ് ഫെൽറ്റ് ഇൻ വിച്ച് റീജിയൻ? എവിടെയാണ് കടൽക്കാറ്റും കരക്കാറ്റും ഉണ്ടാവുക? യോ, ഇതൊക്കെ എന്ത് ചോദ്യം അല്ലേ? അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് ഉണ്ടാവുക? മലനാട്, തീരപ്രദേശം, ഇടനാട്, അതേപോലെ തന്നെ തീരപ്രദേശം, മലനാട് രണ്ടും ഒരുപോലെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഷുഡ് ബി ഇൻ കോസ്റ്റ് ലൈൻ. അതായത് തീരപ്രദേശങ്ങളിലാണ് എന്തുണ്ടാവുന്നത്. തീർച്ചയായിട്ടും ഈ കാറ്റുകൾ കൂടുതൽ അനുഭവപ്പെടാം. ശരിയാണല്ലോ? സോ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാണ് വേണ്ടത് അല്ലേ? സോ ഇതേപോലെ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ഏകൻ്റെ ക്ലാസ്സിലേക്ക് വരിക. ഇന്ന് കൃത്യം 7 മണിക്ക് ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. സോ മസ്റ്റ് ആയിട്ട് വരണം. ഓക്കെ, ബൈ, സീ യു മക്കളെ, കാണാം.